കൊല്ലം മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. LDFിന് വേണ്ടി ഹണി ബെഞ്ചമിനും UDFിന് വേണ്ടി മായ ഗണേഷുമാണ് മത്സരിക്കുക. ഇരുമുന്നണികൾക്കും അംഗബലം തുല്യമായ സാഹചര്യത്തിൽ PDP കൗൺസിലർ കമാലുദ്ദീന്റെ വോട്ട് നിർണായകമാകും. അതേസമയം അവസാന നിമിഷം മുന്നണികളുമായി കുതിരക്കച്ചവടം നടത്തിയെന്നാരോപിച്ച് കമാലുദ്ദീനെ PDP പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 55 അംഗങ്ങളുള്ള കൊല്ലം കോർപ്പറേഷനിൽ ഇരുമുന്നണികൾക്കും 27 അംഗങ്ങൾ വീതമുള്ള സാഹചര്യത്തിൽ മേയർ തെരഞ്ഞെടുപ്പ് LDFിനും UDFിനും അഗ്നിപരീക്ഷയാകും. ഒറ്റ അംഗമുള്ള PDPയിലെ M കമാലുദ്ദീനു വേണ്ടി ഇരുമുന്നണികളും വല വിരിച്ചു കഴിഞ്ഞു. കമാലുദ്ദീൻ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം കുതിരക്കച്ചവടം നടത്താൻ പരസ്യമായി ഇറങ്ങി തിരിച്ചെന്ന് കാട്ടി അവസാന നിമിഷം PDPയിൽ നിന്ന് കമാലുദ്ദീനെ പുറത്താക്കിയതും മേയർ തെരഞ്ഞെടുപ്പിലെ നാടകീയത വെളിവാക്കുന്നു. കമാലിനെതിരെ നടപടിയെടുക്കാൻ കാരണമായത് കമാല് നിലവിൽ ഈ കോഴക്കച്ചവടത്തിന് നിന്നുകൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. CPI-കാരിയായ ഹണി ബെഞ്ചമിനെ മത്സരത്തിനിറക്കുന്ന LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. LDF തന്നെ ഭരിക്കും. LDFിൻ്റെ ഭരണം നിലനിർത്താനുള്ള ഗൗരവകരമായ ഇടപെടലാണ് CPIയും CPM-ഉം യോജിച്ച് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDF അംഗങ്ങളായ വിമല ഫിലിപ്പ്, ലൈലാകുമാരി എന്നിവർ സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദം ഉന്നയിച്ചതോടെ സമവായ സ്ഥാനാർത്ഥിയായാണ് സംസ്ഥാന നേതൃത്വം ഇടപെട്ട് മായ ഗണേഷിനെ തെരഞ്ഞെടുത്തത്. കോൺഗ്രസ് വിമുക്തനായി ജയിച്ച സതീഷ് കുമാറിന്റെ നിലപാടും നിർണായകമാകും. CPI-യുമായി ഉണ്ടാക്കിയ മുന്നണി ധാരണ പ്രകാരമായിരുന്നു അവസാന വർഷത്തേക്ക് വേണ്ടി പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം രാജിവെച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.